വോയിസിലേക്ക് ഏവർക്കും സ്വാഗതം. വയലാറിൻ്റെ ഗാനപ്രപഞ്ചത്തിലേക്ക് വീണ്ടും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വയലാറിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് നമ്മൾ പൊതുവിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വയലാറ് കൈവയ്ക്കാത്ത മേഖലകളില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം നിരവധിയായിട്ടുള്ള ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, ഒരുപക്ഷെ ക്രിസ്തീയ പള്ളികളിലൊക്കെ ഇന്നും ഉപയോഗിക്കുന്ന നിത്യവിശുദ്ധയാങ്കന്യമറിയമേ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകൾ ഒരുപാട്, ഒരു 10-15ഓളം ക്രിസ്തീയ ഗാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരന്മാരും ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വളരെ മനോഹരമായ നിരവധി ഹൈന്ദവ ഗാനങ്ങളുമുണ്ട്. എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഗാനം ശബരിമലയെക്കുറിച്ച് ശ്രീ വയലാർ എഴുതിയ ഗാനമാണ്. ശബരിമലയിൽ തങ്കസൂര്യോദയം, സംക്രമപ്പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഗാനം. ഇതിനകത്ത് ഞാൻ പല എപ്പിസോഡിലും വയലാറിനെക്കുറിച്ച് മാത്രം പറയുന്നെങ്കിലും ഒരു കാര്യം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വയലാറിൻ്റെ വരികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഈണം നൽകിയത് ദേവരാജൻ മാസ്റ്ററാണ്. രാഗങ്ങളുടെ ദേവനാണ് ദേവരാജൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പോലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ സ്വരമാതിരിയും കൂടെ ചേർന്നപ്പോഴാണ് വയലാറിൻ്റെ പല ഗാനങ്ങളും മനുഷ്യ മനസ്സിലേക്ക് തുളഞ്ഞു കയറുന്ന അല്ലെങ്കിൽ മാസ്മരികത കൈവരിച്ചത് അപ്പോഴാണെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട്. നമ്മുടെ വയലാറിൻ്റെ ഗാനങ്ങളിൽ ഒരു 90% സൂപ്പർ ഹിറ്റായിട്ടുള്ള ഗാനങ്ങളെല്ലാം തന്നെ ദേവരാജൻ മാസ്റ്ററാണ് സംഗീതം നൽകിയിട്ടുള്ളത്. ദേവരാജൻ മാസ്റ്റർ വരികൾ എഴുതി കൊടുത്താൽ അതിന് ഏറ്റവും അനുയോജ്യമായ സംഗീതം. നമുക്ക് ഈ ശബരിമലയെക്കുറിച്ച് നമുക്കറിയാം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ, അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണ് ശബരിമല. ശബരിമലയിൽ കോടാനുകോടി ഭക്തരാണ് ഓരോ വർഷം വരുന്നത്. വ്രതമനുഷ്ഠിച്ച് നോയമ്പുമൊക്കെ എടുത്ത് വളരെ ഭക്തിയോടുകൂടി, ഒരുപക്ഷെ നമ്മുടെ തെക്കേ ഇന്ത്യയിലോ തന്നെ ഇങ്ങനെ വ്രതാനുഷ്ഠാനങ്ങളോടെ മല കയറി അയ്യപ്പനെ ദർശിക്കുന്ന ഒരു സംവിധാനം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 1-2 വരികൾ മാത്രം ഞാൻ പറഞ്ഞു. ശബരിമലയിൽ തങ്കസൂര്യോദയം, ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉരുക്കും പൊട്ടി, ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ, എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ. അപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ, കേരളത്തിലെ മാത്രമല്ല തെക്കേ ഇന്ത്യയിൽ നിന്ന് കോടാനുകോടി ജനങ്ങളാണ് ഈ ശബരിമലയിലേക്ക് വരുന്നത്. അവരുടെയൊക്കെ ഹൃദയത്തിലെ വളരെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു ഗാനമാണ് വയലാറിൻ്റെ ഈ ഗാനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്ര ശക്തമായ വാക്കുകളും ശക്തമായ സംഗീതവും എല്ലാം കൂടിച്ചേർന്ന് മലയാളികൾക്ക് ഒരു വലിയ സമൃദ്ധമായ ഒരു ഗാനമായിട്ട് ഇത് മാറുന്നു. എന്നും മലയാളികൾ ഉള്ളിടത്തോളം കാലം എന്നും അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗാനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്.